ഡാമിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു സയൻസ് പാർക്ക് അവർ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കാഴ്ചകൾ അവിടെ, നല്ല നല്ല കാഴ്ചകൾ. നമുക്ക് ഒന്ന് അവിടെ പോയിട്ട് വരാം. ബാ. ഇതെന്ന് പറയുന്നത് 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ ഫിസിക്സ് പഠിക്കാനുള്ളതിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ എക്സ്പെരിമെൻറ്റുകളുടെ ഒരു ഡിസ്പ്ലേ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ അതിൻ്റെ മാസ് ആൻഡ് ഇനർഷ്യ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വെച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത മാസുകളുള്ള 3 വീൽസ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നിൽക്കുന്നത് ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ഡിസ്ക് ആയിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് കറക്കി നോക്കാം. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഏറ്റവും ആദ്യം നിൽക്കുന്നത് ഫൈബറിലുള്ളതാണ്. അത് കഴിഞ്ഞത് അലൂമിനിയം നിൽക്കും. അത് കഴിഞ്ഞിട്ട് അയൺ നിൽക്കത്തുള്ളൂ. അപ്പോൾ മാസ് കൂടുതലുള്ള വസ്തുവിന് കൂടുതൽ ഫോഴ്സ് അത് ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റാണിത്. നമുക്ക് അടുത്ത എക്സ്പെരിമെൻറ്റിലേക്ക് പോകാം. ഇത് ഗിയർ ട്രെയിനാണ്. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ സിമ്പിൾ ഗിയറാണിത്. അതായത് ഒരു വലിയ 3 ലെവൽ ഗിയറാണ്. നമുക്ക് ഒന്നാമത്തെ വലിയ വീല് ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ അതിനോടുള്ള ചെറിയ വീലുകൾ നിരവധി പ്രാവശ്യം കറങ്ങുന്നത് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ മനസ്സിലാവും. ഇതാണ് ഗിയറിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെക്നോളജി, അല്ല അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്ര തത്വം എന്ന് പറയുന്നത് ഇതാണ്. ഇത് അതിൻ്റെ കുറച്ചുകൂടി അടുത്തൊരു ലെവലുള്ള എക്സ്പെരിമെൻ്റാണ് ഗിയർ ബെൽറ്റ് ആൻഡ് ചെയിൻ ഡ്രൈവ്. ഇത് ബെൽറ്റോട് കൂടിയിട്ടുള്ളതാണ്. അടുത്ത ഈ ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ മ്യൂസിക്കൽ പൈപ്പ്സ് ആണ്. അതായത് ഒരേ എന്താ പറയുക മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ പൈപ്പുകൾ, അത് വിവിധ നീളത്തിലുള്ളത്. ഓരോ നീളം കൂടുന്നതനുസരിച്ച് ഇതിൽ നിന്നും ഉണ്ടാകുന്ന ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി വ്യത്യാസമായിട്ട് വരും, പിച്ച് വ്യത്യാസമായിട്ട് വരും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റാണിത്. അത് മ്യൂസിക്കൽ എക്സ്പെരിമെൻ്റാണ്. അതൊരു മ്യൂസിക്കലിനൊരു ഗിറ്റാർ കൊടുത്തിട്ട് അതിൻ്റെ ഇതിൽ കാണിച്ചിട്ടുള്ളത്. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ സാധാരണ ഈ കാറ്റടിക്കുമ്പം ഇടുന്ന മറ്റേ പൈപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ടെക്നിക്കാണിത്. കൊട്ടാനുള്ള സാധനമൊന്നും ഇവിടെ ഇരിപ്പില്ല. കല്ല് വന്ന് പല എക്സ്പെരിമെൻറ്റും നമുക്ക് പറഞ്ഞു തരാനൊന്നും ആരെയും കണ്ടില്ല. അത് മാത്രമല്ല പലതും പ്രവർത്തനക്ഷമമല്ലാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അത് പ്രവർത്തിപ്പിക്കേണ്ട ആരെയും കാണുന്നില്ല. ക്ലീൻ ചെയ്തിട്ടൊക്കെ ഒന്നും വൃത്തിയാക്കിയിട്ടില്ല, കാട് പിടിച്ച് കിടക്കുകയാണ്. അടുത്ത ഇതൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റാണ്. അതായത് ഇത് കണ്ടോ, ഇത് നമ്മൾ പണ്ട് സയൻസ് സ്കൂൾ ഇതിലൊക്കെ പഠിച്ചിട്ടുള്ള സാധനമാണ്. ഒരു കൂട്, അപ്പുറത്തതിലൊരു കിളി. അതായത് നമ്മുടെ കണ്ണിൻ്റെ ഒരു പ്രത്യേക കഴിവാണ്. അതായത് 15 സെക്കൻഡിൽ കൂടുതൽ അല്ല, ഒരു സെക്കൻഡിൻ്റെ 15ൽ ഒരു അംശത്തിനിടയ്ക്ക് പിക്ചർ മാറുകയായി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന് അത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടും കൂടെ ഒരുമിച്ച് ആക്കിയ കണ്ണിന് കാണാൻ പറ്റുള്ളൂ. നമ്മൾ ഈ സിനിമയൊക്കെ കാണുന്ന അതേ ടെക്നോളജി. അതായത് ഈ കണ്ണിൻ്റെ ആ ഒരു ന്യൂനത കൊണ്ടാണ് നമുക്ക് സിനിമ കാണാൻ പറ്റുന്നത്. അതായത് ഒരു ദൃശ്യം വന്നു കഴിഞ്ഞ് 15 സെക്കൻഡിൻ്റെ 15ൽ ഒരു അംശത്തിനകം അടുത്തത് വരികയാണെന്നുണ്ടെങ്കിൽ ആ 2 ദൃശ്യം കൂടി ഒന്നാക്കിയേ നമ്മുടെ കണ്ണിന് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ്. ഇതായത് കിളി കഴിഞ്ഞൊരു കൂട്. ഇത് നമ്മൾ വേഗത്തിൽ കറക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്ന് പറഞ്ഞൊരു സൂര്യ ഘടികാരമാണ്. ഒരു ഗ്ലോബ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലോബിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും കല്ല് കറക്കിക്കേ എല്ലാ രാജ്യങ്ങളും നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഇന്ത്യ കണ്ടുപിടിച്ച വേർ ഈസ് ഇന്ത്യ? അപ്പോൾ ഇന്ത്യയിലിപ്പോൾ 3 മണിയാണെങ്കിൽ, അതായത് ഇന്ത്യയുടെ സമയം നമ്മളിവിടെ വെച്ചിട്ട് ഇവിടെ 3 മണിയെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 3 മണിക്ക് നേരെ ഇന്ത്യയുടെ ഭൂപടം വെച്ച് കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളിൽ എത്ര മണി സമയം ആയിരിക്കുമെന്നുള്ളത് നമുക്ക് ഇതേ പൊസിഷനിൽ വെച്ച് കറക്കാതെ നോക്കുമ്പോൾ കറക്കരുത്, കറക്കി കഴിഞ്ഞാൽ മാറും. സൗത്ത് ആഫ്രിക്കയിൽ 10 മണിയാണ്, രാവിലെ 10 മണിയാണ്. അതുപോലെ നമുക്ക് ഏത് സ്ഥലത്തിൻ്റെയും സമയം നമുക്ക് കാണാൻ പറ്റും. ബ്രസീലിൽ എന്ന് പറയുമ്പോൾ ബ്രസീലിൽ 5 AM ആണ്. അപ്പോൾ അങ്ങനെ
സമയം കണക്കാക്കുന്ന ഗ്ലോബ് ഉപയോഗിച്ച് സൂര്യൻ്റെ ഇതനുസരിച്ച് സമയം കണക്കാക്കുന്ന ഒരു സംഭവമാണിത്. അത് 2 പാരബോളിക് ഡിഷ് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ഒരു പാരബോളിക് ഡിഷ്, ഇത് അടുത്തത് കുറേ ദൂരെ, ഏകദേശം ഒരു 25 മീറ്ററോളം ദൂരെ അടുത്തൊരു പാരബോളിക് ഡിഷ് വെച്ചിട്ടുണ്ട്. ഒരാൾ അവിടെ പോയി നിൽക്കുക. കല്ലു മുന്നേ അവിടെ പോയി നിന്നോ, അവിടെ പോയി നിന്നേ. അതിൻ്റെ അടുത്ത് ആ ഒരു റൗണ്ട് കണ്ടോ, ആ നടുക്കൊരു റൗണ്ട് ഉണ്ടല്ലോ, പൈപ്പിനകത്തൊരു റൗണ്ട്, ആ റൗണ്ടിൻ്റെ അവിടെ പോയി നിന്നേ. അമ്മ പറയുന്നത് കേൾക്കുന്നുണ്ടോ നോക്കണേ, അമ്മ പറയുന്നത് കേൾക്കുന്നുണ്ടോ നോക്ക് കേട്ടോ. പതുക്കെ പറഞ്ഞാൽ മതി, പതുക്കെ. അങ്ങനെയല്ല, ചെവി വെക്കേ അതിനകത്ത്, റൗണ്ടിനകത്ത്. ഇനി വയ്ക്കോ, അങ്ങനെ വെച്ചാൽ മതി, കുറച്ചുകൂടെ വെച്ചിട്ട്. അല്ല, അമ്മ എന്താ പറഞ്ഞേ? വേറെ എന്തെങ്കിലും പറയേ. കേൾക്കുന്നുണ്ടോ? ആ, നിങ്ങൾ പറഞ്ഞേ, അവിടെ പറഞ്ഞേ, കേൾക്കുന്നുണ്ടോ നോക്കട്ടെ. പതുക്കെ പറഞ്ഞാൽ മതി. ആ, കേൾക്കാം. ഹലോ ഹലോ എന്ന് പറഞ്ഞു അല്ലേ? ആ, ഇതാണ് ഇതിൻ്റെ ഇത്, അതായത് സൗണ്ട് വേവ്സിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ കറക്റ്റ് ആ പാരബോളിൻ്റെ സെൻറ്ററിലൂടെ ഒരു സൗണ്ട് വേവ് പോകുമ്പോൾ അത് ആ സൗണ്ട് ആ പാരബോളിൽ തട്ടി സ്ട്രെയിറ്റ് ലൈനായിട്ട് അപ്പുറത്തെ പാരബോളിൽ റിസീവ് ആകുന്നു. അപ്പോൾ ഇവിടെ വളരെ പതുക്കെ പറഞ്ഞാലും നമുക്ക് അപ്പുറത്ത് കേൾക്കാൻ പറ്റും. ഈ ഒരു സൗണ്ടിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടി, റിഫ്ലക്ഷൻ പ്രോപ്പർട്ടിയെ വ്യക്തമാക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണിത്. ആ, നമ്മൾ തീപ്പെട്ടിക്കൂട് വെച്ച് പറയുന്ന അതേ സംഭവം തന്നെ. അതിൻ്റെ അതിന് അതായത് സൗണ്ട് ഹാസ് ദ പ്രോപ്പർട്ടി ഓഫ് റിഫ്ലക്ഷൻ. അതാണ് നമുക്ക് ലൈറ്റിനെ പോലെ തന്നെ. കല്ലു, ഇത് കണ്ടോ? എന്താ കാണുന്നത്? ഒരു പാരാബോൾ, അതായത് റൗണ്ട് ഷേപ്പിലുള്ള 2 ഗ്രൂവ് ഉണ്ട്. അതിൽ ഒരു സ്ട്രെയിറ്റ് കമ്പി വെച്ചിട്ടുണ്ട്. ഈ സ്ട്രെയിറ്റ് കമ്പി അതിനകത്തൂടി പാസ് ചെയ്ത് പോകുമോ? പോകത്തില്ല. നീ ഒന്ന് കറക്കി നോക്കി. അല്ല, പോയില്ലെന്ന് പറഞ്ഞില്ലേ, ഒന്ന് കറക്കി നോക്കി. കണ്ടോ, കടന്നു പോകുന്ന കണ്ടോ? ഒരു സ്ട്രെയിറ്റ് കമ്പി ഒരു പാരബോളെ കൂടെ, ഒരു വളഞ്ഞ ഒരു ഇതിലൂടെ ഈസി ആയിട്ട് കടന്നു പോകുന്നു. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാരാബോളയുടെ ഒരു ജോമെട്രിയാണ്. അതായത് പാരബോളയിൽ കൂടി കടന്നു പോകുന്ന ഒരു ടാൻജൻറ്റ്, അതായത് ഈ ഒരു ആക്സിസിൻ്റെ അതിലുള്ള ഒരു പോയിന്റ് ആ പാരബോളയിൽ കൂടെ കടന്നു പോകുമെങ്കിൽ ആ ആക്സിസിൻ്റെ എല്ലാ പോയിന്റും ആ പാരബോളയിൽ കൂടി കടന്നു പോകും. ഇതാണ് ടാൻജൻറ്റ്. ഇതിൻ്റെ ഒരു പോയിന്റ് ഇതിനകത്തു കൂടി കടക്കുമെങ്കിൽ ഈ ടാൻജൻറ്റിൽ കൂടി വരുന്ന എല്ലാ പോയിന്റും ഇതിനകത്ത് ഈ പാരബോളയിൽ കൂടി കടന്നു പോകും. അതാണ് അതിൻ്റെ ജോമെട്രി. മനസ്സിലായോ? എനർജി വേവ് ഫോമിൽ കൂടി സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊന്ന് എക്കോ, അതായത് നമ്മുടെ പ്രതിധ്വനി എക്കോ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ട്യൂബാണ്. ഇതൊരു 18 മീറ്ററോളം ലെങ്ത് ഉള്ളൊരു ട്യൂബാണ്, അല്ല ഒരു പൈപ്പാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു എൻഡ് ക്ലോസ്ഡ് ആണ്, അപ്പുറത്തെ എൻഡ് ക്ലോസ്ഡ് ആണ്, ഇപ്പുറത്തെ എൻഡ് ഓപ്പൺ ആണ്. ഇവിടെ നിന്ന് നമ്മൾക്ക് വളരെ പതുക്കെ നമ്മളതിലോട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ, ശബ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രതിധ്വനി കേൾക്കാൻ പറ്റും. ആ ശബ്ദം ഉണ്ടാക്കി അകത്ത് സംസാരിക്കും. ഒന്നുകൂടെ കണ്ടോ, പ്രതിധ്വനി കേൾക്കുന്നു. ഹായ് ഹലോ കേൾക്കുന്നുണ്ട്. ഹായ് ഹലോ, വെൽക്കം ടു ട്രാവൽ ഡേയ്സ്. എവരിവൺ ഈസ് സബ്സ്ക്രൈബ് പ്ലീസ്. എക്കോ കേൾക്കുന്നു. എന്തുകൊണ്ടാണ് ഈ എക്കോ കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശബ്ദം സഞ്ചരിക്കുന്നത് ഒരു സെക്കൻഡിൽ 340 മീറ്ററാണ്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 18 മീറ്ററാണ്. അപ്പോൾ 18 മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന ശബ്ദം, ആ ശബ്ദം അങ്ങോട്ട് പോയി അവിടെ പോയി ചെന്ന് അവിടെ ക്ലോസ് ചെയ്തിരിക്കുന്ന ആ ക്ലോസിൽ ലിഡിൽ തട്ടിയിട്ട് തിരിച്ചിങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് എത്ര സെക്കൻഡ് എടുക്കും? ഇവിടുന്ന് 18 അങ്ങോട്ട്, അവിടുന്ന് 18 ഇങ്ങോട്ട്. ദാറ്റ് മീൻസ് 18 36 മീറ്റർ സഞ്ചരിക്കണം. എത്ര സെക്കൻഡിൽ? ഒരു സെക്കൻഡിൻ്റെ 10. അപ്പം ശബ്ദത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് 340 എന്താണ്? 340 മീറ്ററാണ്. ഇതിപ്പം 36 മീറ്റർ പോയാൽ മതി. അതായത് 10 കൂടുതൽ സമയം നമുക്ക് കിട്ടും. അതായത് ഒരു സെക്കൻഡിൻ്റെ 10 കൂടുതൽ സമയം എടുക്കും അവിടെ നിന്ന് ശബ്ദം പോയിട്ട് തിരിച്ചു വരാൻ. അപ്പോൾ നമുക്ക് എക്കോ കേൾക്കാൻ പറ്റും. നമുക്ക് എപ്പോഴും എക്കോ കേൾക്കാൻ പറ്റുന്നത് നമ്മളുണ്ടാക്കുന്ന ശബ്ദം എവിടെയെങ്കിലും പോയി തട്ടി 10 സെക്കൻഡിൽ താമസിച്ച് നമ്മുടെ ചെവിയിൽ വരുമ്പോഴാണ് നമുക്ക് എക്കോ കേൾക്കാൻ പറ്റുന്നത്.
മനസ്സിലായോ? ഇതെന്ന് പറയുന്ന പെരിസ്കോപ്പാണ്. പെരിസ്കോപ്പ് അതായത് അന്തർവാഹിനികളിൽ, അതായത് സബ്മറൈനിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ്. അതായത് നമുക്ക് പൊക്കത്തിലുള്ള ഒരു വസ്തുവിനെ താഴെ നിന്ന് നോക്കാൻ പറ്റും. കണ്ടോ കണ്ടോ? അതായത് നമുക്ക് നമ്മളെക്കാളും ഉയരത്തിലുള്ള ഒരു വസ്തുവിനെ നമുക്ക് താഴെ നിന്ന് നോക്കാൻ പറ്റും. സബ്മറൈനിൽ അങ്ങനെയാണ്. സബ്മറൈനിൽ കടലിൻ്റെ അടിയിൽ കൂടെ പോകുമ്പോൾ കടലിൻ്റെ മേളിലുള്ള സംഭവങ്ങൾ കാണാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇതിനെ പറയുന്ന പേരാണ് പെരിസ്കോപ്പ് എന്ന് പറയുന്നത്. ഇത് സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ ഒരു മോഡലാണ്. പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ടും കൈനറ്റിക് എനർജി സൗണ്ട് എനർജിയായും ഒക്കെ കൺവേർട്ട് ചെയ്യുന്ന, സൗണ്ട് എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ടും കൺവേർട്ട് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റാണിത്. പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആരുമില്ല. മ്യൂസിക്കൽ പൈപ്പ്സ്. ഇതെന്ന് പറയുന്നത് വേറെ വേറെ പൈപ്പ്സാണ്. ഒന്ന് തടിയാണ്, വേറെ വേറെ മെറ്റീരിയലാണ്. ഓരോ മെറ്റീരിയലിനും ഒരേ നീളമാണെങ്കിലും വേറെ വേറെ ശബ്ദമാണ് അതിൽ നിന്നുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് കൊട്ടി നോക്കാൻ ഇവിടെ ഒന്നും കണ്ടില്ല. സാധാരണ ഒരു ചുറ്റികൽ ഇവിടെ വെച്ചിരിക്കുന്നതാണ്, അത് കാണാനില്ല. ഇപ്പോൾ ഒരേ നീളമാണ്. മറ്റതിന് വ്യത്യസ്തങ്ങളായ നീളങ്ങളായിരുന്നു, നീളം കൂടിയതും കുറഞ്ഞതുമായിരുന്നു. അപ്പോൾ ഓരോന്ന് വരുമ്പോൾ പിച്ച് മാറി മാറി വരും. ഇതിപ്പോൾ ഇരുമ്പ്, അത് വേറെ എന്തോ അലൂമിനിയം പൈപ്പ്, അതെന്തോ കാസ്റ്റ് ആണോ, GI പൈപ്പ് എന്തോ ആണ്. ഇത് തടിയാണ്, ഇത് തടിയാണ്. പക്ഷേ ഇതിൽ ഓരോന്നിലും തൊടുമ്പോൾ ഒരു നമുക്ക് കൊട്ടി നോക്കാനൊന്നുമില്ല. ഇത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, സൗണ്ട് വ്യത്യാസം വരും. തൊട്ടി നോക്കുന്ന ട്യൂണിങ് ഫോർക്ക് അല്ലെങ്കിൽ ചുറ്റിയൊന്നും കാണാനില്ല. ഇത് ആറ്റത്തിൻ്റെ ഘടന നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ മോഡൽസാണ്. പിന്നെ വേറെ പല എക്സ്പെരിമെന്റും ഉണ്ട്, അതൊന്നും നോക്കാനുള്ള ആരുമില്ല. പക്ഷെ കുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു, ഇത് ആറ്റത്തിൻ്റെ മോഡലാണ് എന്ന് തോന്നുന്നു. അത് തന്നെ ആറ്റത്തിൻ്റെ മോഡൽസാണ്. ഇതൊന്ന് സിമ്പിൾ ക്യാമറയുടെ ടെക്നിക്കാണ്. ഇത് സിമ്പിൾ ക്യാമറ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്നൊരു എക്സ്പെരിമെൻ്റാണത്. എന്തായാലും കുട്ടികൾക്ക് വളരെയധികം പ്രയോജനമുള്ളൊരു സംഭവമാണ്. എങ്ങനെ ഊഞ്ഞാലാടാമെന്ന്. അതുപോലെയുള്ള ഇതെന്ന് പറയുന്നത് സോളാർ പവേർഡ് റേഡിയോ ആണ്. അകത്ത് സോളാർ ഇത് വെച്ചിട്ടുണ്ട്, അത് വെച്ച് പ്രവർത്തിക്കുന്ന റേഡിയോ ആണ്. എന്തായാലും റേഡിയോ ഇവിടെ പ്രവർത്തിക്കുന്നില്ല, സോളാർ റേഡിയോ ആണ്. അങ്ങനെ നിരവധി എക്സ്പെരിമെൻറ്റുകളുണ്ട് ഇത്. പക്ഷേ നമുക്കിതൊന്നും എക്സ്പെരിമെൻറ്റ് ചെയ്യാനും അല്ലെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ, ഇത് DNA ഘടനയാണ്. DNA ഘടനയല്ലേ ഇത്? DNA ഘടനയാണിത്. ഇത് സൂചിപ്പിക്കുന്നൊരു എക്സ്പെരിമെൻ്റാണ്. എക്സ്പെരിമെൻ്റ് അല്ല, അതിൻ്റെ മോഡലാണിത്. DNA മോഡൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് സൺഡയലാണ്. സൂര്യഘടികാരം. ഉത്തോലകങ്ങളാണ്. നമ്മൾ മലയാളത്തിൽ പണ്ട് പഠിച്ചിട്ടുള്ള ഉത്തോലകങ്ങൾ, അതായത് ലിവർ, ഫസ്റ്റ് ഓർഡർ ഓഫ് ലിവറാണ് പഠിച്ചിട്ടുള്ളത്. ആദ്യത്തെ എല്ലാത്തിലും ഒരേ വെയിറ്റാണ് വെച്ചിരിക്കുന്നത്. 20 കിലോ വീതമുള്ള വെയിറ്റാണ് 3 ഉത്തോലകത്തിലും നമ്മൾ വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഉത്തോലകം നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് 20 കിലോ വെയിറ്റ് പൊക്കാൻ പറ്റും. എന്നാൽ രണ്ടാമത്തെ ഉത്തോലകത്തിൽ നമുക്ക് വെയിറ്റ് അല്ലെങ്കിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും, കൂടുതൽ എഫേർട്ട് എടുത്താലേ ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ ഉത്തോലകം ഒരു രക്ഷയില്ല, കല്ലുവിനെ കൊണ്ട് പറ്റുന്നില്ല, വളരെ ചെറുതായിട്ട് മാത്രമേ അനങ്ങുന്നുള്ളൂ. അതെന്ന് പറയുന്നത് ഈ ഫൾക്രം, അതായത് സെൻട്രൽ പോയിൻ്റ്, ഇതിൻ്റെ സ്ഥാനം മാറുന്നതനുസരിച്ചാണ്. ആദ്യത്തേതിൽ ഭാരത്തിൻ്റെ തൊട്ടടുത്താണ്, അടുത്തതിൽ ഭാരത്തിൻ്റെ കുറച്ചുകൂടി അകലത്തിലാണ്, മൂന്നാമത്തതിൽ ഭാരത്തിൽ നിന്നും വളരെ അകലത്തിലാണ്, മൂന്നാമത്തേതിൽ നിന്നും വളരെ അകലത്തിലാണ്. അപ്പോൾ വളരെ അകലത്തിൽ വരുമ്പോൾ ഈ ഫൾക്രം, അതായത് ആ F പോയിൻറ്റിൻ്റെ വ്യത്യാസം വരുന്നതനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന എനർജിയുടെ ഡിസ്ട്രിബ്യൂഷനിലുണ്ടാകുന്ന ചേഞ്ചാണ് ഇതിൽ നമ്മൾ കാണിക്കുന്നത്.
അങ്ങനെ നിരവധി എക്സ്പെരിമെൻ്റ് ഇവിടെ ഉണ്ട്. പക്ഷേ നമുക്കിതൊന്നും പറഞ്ഞു തരാനോ ഇതൊന്നും പ്രവർത്തിപ്പിച്ച് കാണിക്കാനോ ഇവിടെ ആരുമില്ല. എന്തായാലും വൃത്തിയാക്കലൊക്കെ കോവിഡ് സിറ്റുവേഷനൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കലൊക്കെ നടക്കുന്നേ ഉള്ളെന്ന് തോന്നുന്നു. എന്തായാലും സംഗതി ഓപ്പണാണ്. പക്ഷെ നമുക്ക് ഇതൊന്നും എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ നിവർത്തിയില്ല. എന്തായാലും സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞ് പ്രത്യേകം ഫീ ഒന്നുമില്ല. കുട്ടികൾക്ക് വന്ന് കാണാം. 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള കുറേ എക്സ്പെരിമെൻ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് കാണുക, കണ്ട് ഈ എക്സ്പെരിമെൻ്റ് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പോൾ നല്ല വെയിലാണ്. ഇപ്പോൾ മണി ഏകദേശം 3 മണി ആയിട്ടുണ്ട്. നല്ല വെയിലാണ്. വൈകുന്നേരം വരുന്നതായിരിക്കും നല്ലത്. കുറച്ചുകൂടി സന്തോഷമായിട്ട് പോകാം. സയൻസ് പാർക്കിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പാർക്കും കൂടി ഉണ്ട്. പക്ഷേ കല്ലും പൊന്നും ഒക്കെ ആകെ തളർന്നു. ഇത് നോർമൽ പാർക്കാണ്. വലിയ ഡൈനോസറിനെയൊക്കെ അവിടെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. പ്രതിമകളും ഒക്കെ ഉണ്ട്. ഇവർക്കിപ്പോൾ അതിലോട്ട് കയറാനായിട്ട് ഒട്ടുമേ മൂടില്ല. രണ്ടുപേരും നല്ലോണം ടയർഡായി വണ്ടിയിലേക്ക് പോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ? മുക്കടൽ ഡാമിൻ്റെയും സയൻസ് പാർക്കിൻ്റെയും ഒക്കെ ഞങ്ങളിതേ കണ്ടു. ഹാപ്പിയാണ്. കുട്ടികളൊക്കെ കണ്ടിട്ട് അവർക്ക് സന്തോഷമാണ്. പിന്നെ ഇത്രയും നേരം നടന്നതല്ലേ, ആ വെയിൽ കൊട്ടതിൻ്റെയൊക്കെ ക്ഷീണമുണ്ട്. അപ്പോൾ ഏതായാലും വരാൻ പറ്റുന്നവരൊക്കെ വന്ന് കാണുക, കുഞ്ഞുങ്ങളെ കാണിക്കുക, ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി ഇനേബിൾ ചെയ്യുക. മറ്റൊരു മനോഹര വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.